2 മിനിറ്റാണ് നിങ്ങൾ വായിക്കേണ്ടത്. 2 മിനിറ്റ് ആകുമ്പോൾ ബെല്ലടിക്കും, നിങ്ങൾക്ക് നിർത്താവുന്നതാണ്. ഓക്കെ. കോഡ് ലെറ്റർ എ വായിക്കേണ്ടത് പേജ് നമ്പർ 111, ചുഴലിക്കാറ്റിൽപ്പെട്ട വീട് എന്ന ഭാഗമാണ്. അസ്സലാമു അലൈക്കും. ചുഴലിക്കാറ്റിൽപ്പെട്ട വീട്. പുറമേനി നിന്ന് നോക്കുന്ന ആർക്കും ഉമ്മാച്ചുമ്മയുടെ വീട് പ്രശാന്ത സുന്ദരമായിരുന്നു. അകത്തോ ചുഴലിക്കാറ്റുകൾ അടിച്ചു കയറുകയാണ്. കയ്യാലപ്പുരയിൽ വെച്ച് ഉമ്മയും മകനും കൂടി നടന്ന സംഭാഷണത്തിന് ശേഷം ഉമ്മ മകന്റെയോ മകൻ ഉമ്മയുടെയോ മുഖത്തേക്ക് നോക്കിയില്ല. ആ സ്ത്രീ എപ്പോഴും അടുക്കളയിലോ തന്റെ മുറിയിലോ കഴിച്ചു കൂട്ടി. അധികം ആരോടും സംസാരിച്ചില്ല. ആരോടും സംഭാഷണവും അപകടത്തിലെ ചെന്ന് കലാശിക്കുന്നൊരു തോന്നൽ. ഏതു നിമിഷത്തിലും അപകടം മേലേക്ക് അടർന്നു വീഴാം. അവർ ദീർഘനേരം ആലോചിച്ചു കൊണ്ടിരിക്കും. ഇനി എല്ലാവർക്കും കൂടി കഴിഞ്ഞുകൂടുക സാധ്യമാണോ? കഴിഞ്ഞുകൂടാതെ എന്തു ചെയ്യും? ഭർത്താവിനെ കളയാനോ? ഓ, എന്തിരത്തൊക്കെ സഹിച്ചിട്ടാണ് വന്നു കയറിയത്. ഉമ്മാച്ചു തോന്നടു തന്നെ പറഞ്ഞു. മകനെ കളയാൻ കഴിയുമോ? ഓന്റെ മോറ് കണ്ടിട്ട എന്റെ കൽവ് തണുത്തത്. ഇങ്ങനെയൊക്കെ വന്നു ചേർന്നത് ആരുടെ കുറ്റമാണ്? മകനാണ് കുറ്റക്കാരൻ എന്നൊരിക്കൽ തോന്നൽ. പിന്നെ തോന്നും വീരനാണെന്ന്. ചരിത്രകാരനായ അഹമ്മദുണ്ണിയാണ് എല്ലാം വരുത്തി തീർത്തുന്നതെന്നു സമാധാനിക്കാൻ ശ്രമിക്കും. അഹമ്മദുണ്ണിയോടും അയാളുടെ മകൻ ഹസനോടും കുറച്ചു നേരത്തിന് പക തോന്നും. അസ്സലാമു അലൈക്കും. Next code letter B. കോഡ് ലെറ്റർ ബി വായിക്കേണ്ടത് പേജ് നമ്പർ 72, ഒരു വെറും പ്രതി എന്ന ഭാഗം. ഒരു വെറും പ്രതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒരു വെറും പ്രതി. അച്ഛ ചിന്നമ്മു ചാപ്പുണ്ണി നായരെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അയാൾ എന്തോ ആധാരങ്ങൾ കുഴിഞ്ഞിരുന്നു പരിശോധിക്കുകയാണ്. കുട്ടിയുടെ ഓരോന്നും കുറിക്കുകയും തന്നെയാണ്. അച്ഛനു ചെവി കേക്കില്ലേ? എന്താ പെണ്ണെ? ആധാരക്കടലാസിൽ നിന്നും കണ്ണെടുക്കാതെ ചാപ്പുണ്ണി നായർ ചോദിച്ചു. അച്ഛ നിങ്ങൾ ഇങ്ങോട്ട് നോക്കൂ. പറഞ്ഞോ? ഇങ്ങോട്ട് നോക്കണം. എന്റെ മുഖത്തേക്ക്. ആയായി
ഈ പെണ്ണ് ഒരു പൊറുതി തരില്ല. ഇതാ നോക്കി, എന്താ വേണ്ടത്? ഒന്നും വേണ്ട. ചിഹ്നം മുഖം കനപ്പിച്ചു. എന്താ കുട്ടി വേണ്ടത്? ഞാൻ പൊറുതികെടുത്താണ് എന്നല്ലേ പറഞ്ഞത്. ഒന്നും വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. ചപ്പുണ്ണി നായർ വീണ്ടും കണ്ണട മുഖത്തു തന്നെ ഘടിപ്പിച്ച് ആധാര കെട്ടുകളിലേക്ക് കണ്ണടിച്ചു. അഞ്ചു കൈമറി പറഞ്ഞ ഒരു വസ്തു. അതിൽ മൂന്നാമത്തെ കൈമറിക്കാരൻ മൈനറായിരിക്കുമ്പോൾ ആ മൈനറുടെ രക്ഷിതാവിന്റെ നിലയിലാണ്. കോഡ് ലെറ്റർ സി. ലെറ്റർ സി വായിക്കേണ്ടത് പേജ് നമ്പർ 104, ഒരു വെള്ളമുയൽ എന്ന ഭാഗം. കെടേശം വെള്ളത്തിലിട്ട പോലെ ആയി. ഹസ്സൻ ഒന്ന് ചീർത്തു. കുയിഞ്ഞ കവിളുകൾ ഉരുണ്ടു. മാതിരം വീതി വെച്ചു. കാലിനും കൈക്കുമൊക്കെ ഒരു മുഴുമുഴുക്ക്. ഉണങ്ങിത്തൂങ്ങി നിന്ന ഒരു വാഴക്കു പുതുവർഷം കിട്ടിയതുപോലെ. ജീവിക്കാൻ ഒരു പാകവുമില്ലാതെ വരണ്ടു കിടന്നിരുന്ന ആ യുവാവിന്റെ ചപ്പുനുള്ളുകാരികൾ പറയുന്നത്, മൂപ്പര് ഇപ്പോൾ ഒരു ശൂജായി ആയി കിടക്കണ് എന്നാണ്. ഒരു നേരായിരുന്ന ദാനും മായന്റെ പുറം കച്ചവടമായിരുന്നു മലഞ്ചരക്കു വ്യാപാരം. അപ്പോഴും തുടർന്നു പോകുന്നുണ്ട്. ലാഭത്തിൽ ചെറിയൊരു അംശമേ മായന് എന്നിച്ചുകൊണ്ടു കൊടുക്കേണ്ടു. വാസ്തവത്തിൽ ഉൾവ്യാപാരമായിരുന്നു പ്രാധാന്യം. സ്വർണഗണിക്കുള്ളിലെ ജുട്ടായിരുന്നു അവരുടെ മടിശീല വീർപ്പിച്ചിരുന്നത്. അതിനുവേണ്ട സംഘടന മായൻ നിർമ്മിച്ചു വെച്ചിരുന്നു. അതനുസരിച്ച് പ്രവർത്തിക്കുകയേ ഹസ്സന് വേണ്ടു. ഇതിനിടയിൽ ചില മാറ്റങ്ങൾ വരാക്കയില്ല. കൂട്ടുകാരനായിരുന്ന തട്ടാൻ മലേറിയ പിടിച്ചു കരൾ വീങ്ങിച്ചത്തു. ചായപ്പൊടി കച്ചവടത്തിന്റെ നാട്യത്തിൽ ജീവിത നായകർക്ക് പുതിയ പാർട്ടികളുമായി വേയിച്ചു തുടങ്ങി. അസ്സലാമു അലൈക്കും. കോഡ് ലെറ്റർ ഡി. കോഡ് ലെറ്റർ ഡി വായിക്കേണ്ടത് പേജ് നമ്പർ 126, പുതിയ കൂമ്പ് എന്ന ഭാഗം. പേജ് നമ്പർ 126, 126. പുതിയ കൂമ്പ്. പുതിയ കൂമ്പ്. പിന്നായി ഒന്നു നൽകണേ. ആവശ്യം ഒന്ന് പറയാനുണ്ട്. പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. പറഞ്ഞ ആളും പിന്നാലെ നടന്നു കൊള്ളാമെന്നുണ്ട്. പറയുന്നുമെങ്കിൽ മതി, കേൾക്കണമെന്നില്ല. പറയാത്ത കേൾക്കേണ്ടതാണോ എന്ന് എങ്ങനെ അറിയും? കുതിരയിലെപ്പോൾ പിന്നാലെ ഇങ്ങനെ ഓടാൻ സാധിക്കില്ല.
സ്വന്തം സൈത്തെ ഇപ്പോൾ ഓട്ടമല്ലേ? പിന്നെ എന്റെ പിന്നാലെ കുറച്ച് ഓടുന്നതിൽ എന്താണു വിരോധം? തർക്കിക്കാൻ കഴിയില്ല. നൽകുന്നു. അബ്ദു നടക്കണം നിർത്തി ചോദിച്ചു. വേറെയും ലോകത്തിൽ മനുഷ്യരുണ്ട്. ചെമ്മമു നടന്നുകൊണ്ട് തന്നെ പറഞ്ഞു. നിൽക്കണോ? അബ്ദു വിളിച്ചു ചോദിച്ചു. ചെമ്മണു നിന്നു. എനിക്ക് ഒരു പരിഹാസ പുഞ്ചിരിയോടെ ചോദിച്ചു, ണ്ട് ഇപ്പോഴില്ല. എല്ലാ ബോധമാരും സാധാരണ പറയുന്നത് അങ്ങനെ തന്നെയാണ്. എന്താ വേണ്ടത്? ചിലതു സംസാരിക്കാനുണ്ട്. വീട്ടിൽ Next call letter E. കോൾ ലെറ്റർ ഇ വായിക്കേണ്ടത് പേജ് നമ്പർ 147. അച്ചുതണ്ട് മറിഞ്ഞ വണ്ടി എന്ന ഭാഗം. അച്ചുതണ്ട് മുറിഞ്ഞ വണ്ടി എന്ന ഭാഗം. അച്ചുതണ്ടു മുറിഞ്ഞ വണ്ടി. ചിലപ്പോൾ ഒരു ശത്രു നഷ്ടപ്പെടുന്നത് ജീവിതം ആകെ ശൂന്യമാക്കി ചേക്കും. ഇനി എന്തിനു ജീവിക്കുമെന്നു നിശ്ചയമില്ലാതെയായി കളയും. അബ്ദുവിന് അത്തരത്തിൽ ഒന്നും പറ്റി. മായൻ അയാളുടെ ഹൃദയത്തിൽ ഒരാജീവന ദർശനവായി നിലകൊണ്ടു. അയാൾ വളർന്നു വന്നതോടൊപ്പം ആ രൂപവും മനസ്സിൽ വളർന്നു വരുന്നുണ്ടായിരുന്നു. എപ്പോഴും ആ ശത്രുവിനെ പറ്റിയായിരുന്നു ചിന്ത. അങ്ങനെ ആ വെറുക്കുന്ന ജീവി അബ്ദുവിന്റെ ജീവിതത്തിലെ ഒരു ഭാഗമായി കഴിഞ്ഞിരുന്നു. മായൻ അത് മഹത്വം ചെയ്തുവെന്നതിനറിഞ്ഞപ്പോൾ പെട്ടെന്നൊരാശ്വാസമാണ് തോന്നിയത്. അവൻ അറിയാതെ തന്നെ പറഞ്ഞുപോയി ഒഴിഞ്ഞു. ആ സമയത്ത് ഇളകിച്ച് ചിന്തിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. എന്തിനെ അയാൾ ആത്മഹത്യ ചെയ്തത്? അത്രയ്ക്കു വല്ലതുണ്ടായോ? ഉടനെ തോന്നുന്നതന്നെ പറഞ്ഞു. വിതച്ചവൻ കൊയ്യും. പക്ഷേ വിതച്ചവൻ പലരും കൊയ്യാതെ മറഞ്ഞു പോകുന്നത് അയാൾ കണ്ടിട്ടുണ്ട്. ഭൂതകാലത്തെ വിസ്മൃതിയിലേക്ക് ചവിട്ടിത്താഴ്ത്തി ജീവിക്കാനാണ് മനുഷ്യൻ ശ്രമിക്കുക. സുഖപ്രദങ്ങളായി ചിന്തകളെ ഒരു ജീവിതം തേട്ടിയരിച്ചു കൊണ്ടിരിക്കില്ല. സ്വന്തം Code letter F on this chest. കോൾ ലെറ്റർ എഫ് വായിക്കേണ്ടത് പേജ് നമ്പർ 162. കൊത്തിയാട്ടിയ കോഴി എന്ന ഭാഗം. പേജ് നമ്പർ 162 162. തള്ളവായയിൽ നിന്നു കണ്ണുകൾ ചവിട്ടി പൊരിച്ചെടുത്തു. നട്ടുപയക്കമുള്ള നാളുകൾ. അവർ ഒരു തറവാട്ടുഭാഗത്തെ നോക്കുന്നതും അതേ മനോഭാവത്തോടെയാണ്. പൊരിച്ചുവെച്ച കന്നിനും ചിലപ്പോൾ തള്ളവായയ്ക്കും
4 നാൾക്ക് ഒരു വാട്ടം കാണും. അതിനിടയിൽ മഴ കിട്ടിയെങ്കിൽ അവ ഉഷാറായി അങ്ങു വളരാൻ തുടങ്ങും. പറിച്ചു നട്ടവ തള്ളവാഴകളാകുന്നതുവരെ ആ വളർച്ച നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു. പിന്നെയും ഇതാവർത്തിക്കുന്നു. ഉമ്മ ഭാവികമായി ഒന്നും കണ്ടില്ല. ചില മൃദുലാത്മാക്കൾ മാത്രം മൂക്കത്തു വിരൽ വെച്ചു. കഷ്ടം, തള്ളയും മക്കളും തമ്മില്ല ഭാഗം സാധാരണയല്ലേ? ശാന്തശീലന്മാർ മറുപടിയും പറഞ്ഞു. കുടുംബം പെരുത്താൽ ഭാഗം. കുടുംബം പെരുത്തില്ലല്ലോ, അതല്ലേ അത്ഭുതം. പെരുത്തില്ലെങ്കിലും പെരുത്ത അനുഭവമാണെന്നു വച്ചാലോ, കളിക്കാലോ. അല്ല, നൂറ്റുവരും പാണ്ഡവരും കളിക്കാലത്തിലായിരുന്നല്ലോ ജീവിച്ചത്. എന്നിട്ടും ഒരു കേസല്ലേ ഭാരതയും അപ്പടി താച്ചുമാൻ. ഇതൊക്കെ അന്നും ഇന്നും എന്നും ഉണ്ടാവും സാര്യല്ലേ? ഒരു തറവാട് വളർത്തിക്കൊണ്ടുവന്ന താച്ചുമാന് അതത്ര എളുപ്പം സമാധിച്ചു കൊണ്ടാക്കാൻ വയ്യ. അസ്സലാമു അലൈക്കും. നേരത്തെ നടന്ന ജൂനിയർ വിഭാഗം കോൺവെർസേഷൻ മലയാളം മത്സരഫലം പുറത്തു വരുമ്പോൾ സെക്കൻഡ് പ്രൈസ് ഗോസ് ടു ടീം ഖുദ്സിയൻസ് and third prize goes to call letter A Ghazians and first prize goes to team Salahiyan. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. വേദിയിൽ ബുക്ക് റീഡിംഗ് മലയാള മത്സരം തുടരുന്നു. Code letter G on this stage. Judges please note. Code letter G on this stage. Code letter G വായിക്കുന്നത് പേജ് നമ്പർ 35 മൂപ്പിൽ നായർ എന്ന ഭാഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മൂപ്പിൽ നായർ. ചാപ്പുണ്ണിയെ പ്രസവിച്ചത് ഒരു പഴയ പത്തായപ്പുരയിലാണ്. അവൻ ഓർമ്മ വെച്ചപ്പോൾ തന്നെ അത് ജീർണാവസ്ഥയിലായിരുന്നു. ചില കഴുക്കോലുകൾ കേറി ദ്രവിച്ചു പോയി. ആ സ്ഥലത്ത് കവിങ്ങൻ വരികൾ വെച്ച് ചൂടിക്കൊണ്ട് വരിഞ്ഞിരിക്കുകയാണ്. ഓടുകൾ പൊട്ടിയേടത് ചോർച്ച നിർത്താൻ ചില പാളകഷ്ണങ്ങൾ തിരിച്ചു കവിച്ചിട്ടുണ്ട്. എന്നാലും ചോരും. അങ്ങനെ ഉമ്മറത്തും ഇടനായികയും ചില നല്ല ഗോട്ടി കുഴികളുണ്ടാവുകയും തന്റെ ഇച്ഛക്കെതിരായി അവ മണ്ണും ചാണകവും കുഴച്ചു തൂർക്കുകയും ചെയ്തിരുന്ന കാലം ചാപ്പുണ്ണിക്ക് ഓർമ്മയുണ്ട്. 3 മുറിയും ഒരു ഇടനായികയും ഒരു ഉമ്മറവുമാണ് ആ പത്തായപ്പുരയിലുള്ളത്. എല്ലാ മുറിക്കും തട്ടുണ്ട്. അതിന്മേൽ പൊറ്റ കെട്ടിയ പോലെ വേട്ടാളൻ കൂടുകൾ ശീതത്തെ സൂചിപ്പിക്കുന്നുവെന്നാണ് ചാപ്പുണ്ണിയുടെ അമ്മ പറഞ്ഞിരിക്കുന്നത്. സന്ധ്യ മയങ്ങിയാൽ ജാലകത്തിനുള്ളിലൂടെ വന്നും പോയും ചിറകടിച്ചു കളിക്കാറുള്ള നരകച്ചീരികളെ സംബന്ധിച്ച് കുട്ടിയമ്മക്ക് നല്ല അഭിപ്രായമല്ല. പക്ഷെ അവയെ തടഞ്ഞു നിർത്താൻ വഴിയുണ്ടായിരുന്നില്ല. അസ്സലാമു അലൈക്കും. Judges please note. Second last code letter H on this stage. Code letter H വായിക്കുന്നത് പേജ് നമ്പർ 23
അത്തറിന്റെ മണം എന്ന ഭാഗം. പേജ് നമ്പർ 23, 2-3. കരിഞ്ചന്തക്കാരൻ പണം വർദ്ധിക്കുന്ന അത്ര വേഗത്തിലാണല്ലോ പെണ്ണു വളരുന്നത്. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റു നോക്കുമ്പോൾ അതാ ഒരു പെൺകിടാവ്. കണ്ണുകളിൽ സ്വപ്നങ്ങളും കവിളിൽ പനിനീർ പൂക്കളും മഴവില്ലുകൾ ഉദിക്കുകയും മറയുകയുമാണ്. വസന്തം അവളെ വലയം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം വളർന്ന ആൺകുട്ടികൾക്ക് ഏതാണ്ടൊരു ക്രമകൂട് സംഭവിച്ച പോലെ തോന്നാം. പ്രകൃതി ഒരു കൂട്ടാലോചന നടത്തിയോ? അവരെപ്പോഴും ചെക്കന്മാരായി നിൽക്കുന്നു. അവൾ അതാ വലിയവരുടെ കൂട്ടത്തിലേക്ക് പോയി. ഉമ്മാജുവിനെ സംബന്ധിച്ചും ഇതൊക്കെ ഉണ്ടായി. ഉമ്മാജു വളർന്നപ്പോൾ അവളുടെ ചന്തവും വളർന്നു. യൗവനം ആ ശരീരത്തിൽ ധാരാളത്തും കാട്ടിയിരുന്നു. തുടുത്തുരുണ്ട കവിളുകളിൽ ജീവസ്സു വന്നു മുട്ടിത്തിരിക്കുകയാണ്. പടവെട്ടുന്ന 2 കണ്ണുകൾ അവൾ നോക്കുമ്പോൾ 2 നക്ഷത്രങ്ങൾ ഉരസി വീഴും പോലെയാണ്. എല്ലാത്തിലും അധികം പിടിച്ചുണർത്തിയിരുന്നത്. അസ്സലാമു അലൈക്കും. Judges, please note final code letter I on this stage. കോഡ് ലെറ്റർ ഐ വായിക്കേണ്ടത് പേജ് നമ്പർ 154, 154, 2, 5 എന്ന ഭാഗം. 154. ഒന്ന് 5, 4. അസ്സലാമു അലൈക്കും. 2, 5. എന്താ ആലോചിക്കുന്നത്? ചാപ്പുണ്ണിനായ മരക്കാരോട് ചോദിച്ചു. ആലോചിക്കാനൊന്നുമില്ല, പക്ഷേ ഓർക്കാപ്പുറത്തിൽ നിന്ന് ഈ കാര്യം മുളച്ചു പൊന്തിയത്. മരക്കാരും പറഞ്ഞു, ഉമ്മ ഇത് പറയുമെന്ന് ഞാൻ ഓർത്തില്ല. ചാപ്പുണ്ണിനായരുടെ ചുണ്ടിൽ ഒരു കയ്പുള്ള ചിരി പ്രത്യക്ഷപ്പെട്ടു. നിങ്ങൾക്കാർക്കും ഉമ്മയെ മനസ്സിലായിട്ടില്ല എന്നേ അർത്ഥമുള്ള. അതു ശരിയാ. അതേവരെ നിശബ്ദനായിരുന്ന ഹൈദ്രോസ് തുടർന്നു. ഉമ്മാക്ക് ബുദ്ധിയുണ്ട്, ചേരാത്തത് ചേരൂല. നിങ്ങൾക്കും അബ്ദുവിനും തമ്മിൽ അത്രയൊക്കെ അകൽച്ച ഉണ്ടാവാൻ വെക്കോ എന്നത് വേറെ കാര്യം. പക്ഷേ ഇപ്പോ അകൽച്ചയുണ്ട്. ഹൈദ്രോസ് കാര്യം വ്യക്തമാക്കാൻ മടിച്ചില്ല. എന്തായാലും ചാപ്പുണ്ണി നായർ ആ വാചകം അങ്ങനെ തുടങ്ങേണ്ടിയിരുന്നില്ലെന്ന മട്ടിൽ പെട്ടെന്ന് നിർത്തി.
ഹൈദ്രോസ് വിട്ടില്ല. എന്തായാലും മുഴുവൻ പറയിൻ. എന്തായാലും ഒരു ഉമ്മ പെറ്റ മക്കളല്ലേ എന്ന്. ശരിയാ, ഉമ്മ ഒന്നായിപ്പോയി. പക്ഷേ ഓന്റെ ബാപ്പാന്റെ സ്വഭാവം, ഓന് ഞങ്ങളെ ബാപ്പാന്റെ സ്വഭാവം